അർജന്റീന എങ്ങനെയാ ഫൈനലിൽ എത്തിയെന്ന് ഇതിനിടയിലുള്ള കളികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ലെവലിലുള്ള വിജയം ഇത്തവണ നീതിയുടെ വിജയം യഥാർത്ഥത്തിൽ വേൾഡ് കപ്പിൽ ഉണ്ടാകും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവരിപ്പൊ തന്നെ കരച്ചില്ല. ഇനിയിപ്പോ ചിരിയെ പറ്റി പറയാല്ലേ, ഇപ്പൊ ഫൈനലിൽ എങ്ങനെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. ഫാത്തിമ താലിയുടെ ടീം ഏതാണ്? അല്ല, എംപിനെ ഞാനേ ഇന്ന് ഞങ്ങളിവിടെ ഒരു ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് നമ്മളെ വേൾഡ് കപ്പ് ലൈവായിട്ട് ഞങ്ങളോടൊപ്പം കാണാൻ വേണ്ടി ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ക്ഷണിക്കണം. അതെ അതെ അതെ, ടീം ഏതാ? ഞങ്ങളെ ടീം അതായത് ഇപ്പൊ ബ്രസീലും പോർച്ചുഗലും ഇംഗ്ലണ്ടും എല്ലാം ഒറ്റ ടീമായി. അർജന്റീന എങ്ങനെയാ ഫൈനലിൽ എത്തിയെന്ന് ഇതിനിടയിലുള്ള കളികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായതാണ്. അപ്പം ഇവിടെ ഔദ്യോഗികമായിട്ട് നമ്മൾ എല്ലാവരും സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ഫിഫയുടെ ടീം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ലെവലിലുള്ള വിജയം ഇത്തവണ നീതിയുടെ വിജയം യഥാർത്ഥത്തിൽ വേൾഡ് കപ്പിൽ ഉണ്ടാകും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഷാഫി പറമ്പിലോ ഫാത്തിമ താലി ആരാ ചിരിക്കുക? അത് എം പിക്ക് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചിരിക്കും. ഞാൻ പറഞ്ഞത് ഇപ്പം അവരിപ്പൊ തന്നെ കരച്ചില്ല. ഇനിയിപ്പൊ ചിരിയെ പറ്റി പറയാല്ലേ, ഇപ്പൊ ഫൈനലിൽ എങ്ങനെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഏതാ ടീം ബ്രസീലായി, പോർച്ചുഗലായി, സ്പെയിനായി, ഫ്രാൻസായി, ഇംഗ്ലണ്ടായി, പലതും ആയി നോക്കി. അപ്പോഴൊക്കെ അർജന്റീന തോൽക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ തോറ്റിട്ടില്ല. ഇപ്പൊ സ്പെയിൻ ആണെന്ന് ഇപ്പൊ ഇന്നത്തെ സംസാരത്തിൽ മനസ്സിലായല്ലോ. എന്തായാലും നല്ല ഫുട്ബോൾ ജയിക്കട്ടെ. നല്ല ഫുട്ബോൾ കളിച്ചു തന്നെ അർജന്റീന ജയിക്കും. ഇപ്പൊ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരം ഇപ്പൊ ചെറിയ ടീമിനെതിരാണ് ഇത്ര കാലം എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ടെക്നിക്കലി ഇപ്പൊ ജൂഡ് ബെല്ലിംഗാമിനെ പോലെ ഒരാളെ സപ്ലൈ ചെയ്യാനോ അറ്റാക്ക് ചെയ്യാനോ പറ്റുന്ന മിഡ്ഫീൽഡർ ചിലപ്പം നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ അർജന്റീന നിരയിൽ കാണാൻ കഴിയില്ല. അവിടെ മെസ്സിനെ മാറ്റി നിർത്തിയാൽ കാണുന്നത്. പക്ഷെ ടീം ഡിസയർ, ജയിക്കണം എന്നുള്ള ഡിസയറിന്റെ കാര്യത്തിലും അതുപോലെ മെസ്സിക്കൊപ്പം ടീം മൊത്തം അലൈൻ ചെയ്ത് നിൽക്കുന്ന കാര്യത്തിലും അർജന്റീന ഒരു മോഡലായിട്ടാണ് നിൽക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പം ഹാലൻഡിനെ പോലും അവസാനത്തെ കളിയിൽ ഒരു അസിസ്റ്റ് നേരത്തെ അവിടെ കൊടുക്കുകയായിരുന്നെങ്കിൽ അത് ഗോളാക്കുമായിരുന്ന ഒരു അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം എന്താണെങ്കിലും MLA ഞാൻ ഒരു കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. ഇവിടുത്തെ സ്പോർട്സ് ആവേശം ഉൾക്കൊണ്ട് ഇവിടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ബിഗ് സ്ക്രീനും ഇപ്പൊ നല്ലൊരു ഓഫീസും പേരാമ്പ്രയിലെ ജനങ്ങൾക്ക് വേണ്ടി മെസ്സിയെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഗോൾഡൻ ബൂട്ട് നഷ്ടമാവോ? പക്ഷേ ഏറ്റവും പ്രധാനം കപ്പ് തന്നെ. കഴിഞ്ഞവണയും ഗോൾഡൻ ബൂട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷെ കപ്പ് അർജന്റീനക്കായിരുന്നു. എംബാപ്പെ അയാൾ പലപ്പോഴും ഒരു ബീസ്റ്റ് മോഡിൽ കളിക്കുന്ന ആളാണ്, പക്ഷെ സെമി ഫൈനലിൽ പരാജയം. രണ്ടാളോട് കൂടി അവസാന ചോദ്യം. നിരവധി വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു നാളെ സ്കൂളിന് അവധി വേണമെന്നുള്ള, അതിൽ MLA-യുടെ MP-യുടെ സർക്കാർ തീരുമാനം എടുത്തോട്ടെ. എന്തായാലും ഈ ഫുട്ബോൾ ആവേശം അലതല്ലുകയാണ്. ഇനി കാത്തിരിപ്പിന് ഏതാനും ഈ നിമിഷങ്ങൾ മാത്രമാണുള്ളത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 കോഴിക്കോട്.